തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മുഖ്യന്റെ അടുത്ത തന്ത്രം ഫോണിലൂടെ പരാതി പരിഹരിക്കലാണ്. CM വിത്ത് മീ എന്ന പരിപാടിയിലൂടെ മുഖ്യമന്ത്രി പൊതുജനങ്ങളോട് സംവദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനുള്ള വേദിയാണത്രേ ഇത്. നവകേരള നിർമ്മാണത്തിലേക്ക് കേരളം നീങ്ങുമ്പോൾ അത് കൂടുതൽ സമഗ്രമാക്കാനാണ്, പൗരക്ഷേമം ഉറപ്പാക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് മുഖ്യൻ പറയുന്നത്. കുറെ കാലങ്ങളായി മാധ്യമങ്ങളോട് പോലും വിമുഖത കാണിച്ചിരുന്ന പിണറായി ഇപ്പോൾ പതിയെ ആമ പുറംതോടിൽ നിന്ന് തല ഉയർത്തി വരുന്നത് പോലെ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ശബരിമലയെ ആഗോളവൽക്കരിക്കലും സംഗമവും ഒക്കെ കഴിഞ്ഞുള്ള അടുത്ത തന്ത്രപരമായ പരിപാടിയാണോ ആവോ ഈ ഫോണിൽ സംസാരിച്ചുള്ള പരാതി തീർക്കൽ എന്നതാണ് സംശയം. ടോൾ ഫ്രീ നമ്പറിൽ സ്വീകരിക്കുന്ന പരാതികളിലെ അതുവരെ സ്വീകരിച്ച നടപടികൾ 48 മണിക്കൂറിനുള്ളിൽ വിളിച്ചറിയിക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജനങ്ങൾക്ക് 24 മണിക്കൂറും പരാതി പറയാൻ വിളിക്കാട്ടോ. ഒരേ സമയം 10 കോളുകൾ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം വരെയുണ്ട്. ആശയവിനിമയ രംഗത്ത് സർക്കാരും ജനങ്ങളും തമ്മിലുള്ള വിടവ് ഉണ്ടെങ്കിൽ അത് തീർക്കാനും പ്രശ്നങ്ങളിൽ സമയബന്ധിതമായി നടപടി എടുക്കാനുമാണ് മുഖ്യൻ പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. CM വിത്ത് മീ എന്നാൽ മുഖ്യമന്ത്രി മാത്രമല്ല, സർക്കാർ അപ്പാടെ ഒപ്പം ഉണ്ടാകുമെന്നാണ് പിണറായിയുടെ ഉറപ്പ്. ഫലപ്രദമായ പ്രവർത്തനത്തിനായി പരിചയസമ്പന്നരായ സർക്കാർ ഉദ്യോഗസ്ഥരെ ഒക്കെയാണ് നിയമിച്ചിരിക്കുന്നത്. സിറ്റിസൺ കണക്ട് സെന്ററിന്റെ നടത്തിപ്പും മേൽനോട്ട ചുമതലയും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിനാണ്. അടിസ്ഥാന സാങ്കേതിക സൗകര്യങ്ങൾ കിഫ്ബിയുടെ വകയാണ്. വെള്ളയമ്പലത്തെ സർക്കാർ ഏറ്റെടുത്ത പഴയ എയർ ഇന്ത്യ ഓഫീസിലാണ് സിറ്റിസൺ കണക്ട് സെന്റർ പ്രവർത്തിക്കുന്നത്. ഇനി പോലീസ് മേഖലയിലെ പ്രശ്നങ്ങൾ കാര്യക്ഷമമാക്കാനുമുണ്ട്. പോലീസിലെ 10 പേരടങ്ങുന്ന ടീം. അപ്പോൾ കഴിഞ്ഞ 9 കൊല്ലം പിണറായി എവിടെയായിരുന്നു എന്നതാണ് മനസ്സിലാകാത്തത്. ജനങ്ങൾക്ക് വേണ്ട സമയങ്ങളിൽ പരാതികളോ നിർദ്ദേശങ്ങളോ സമർപ്പിച്ച് അതിന് പരിഹാരം നേടിയെടുക്കാൻ ഇത്ര കാലം എന്തുകൊണ്ടാണ് മുഖ്യന് തോന്നാത്തതെന്ന പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ജനങ്ങളെ അടുത്തെറിയേണ്ട, അവരെ ചേർത്ത് പിടിക്കേണ്ട മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്ന് ഒരു കൈയകലത്തിലാണ് നിൽക്കുന്നതെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം ഉരുടലെടുക്കുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസമാണ്. ഇനിയും ഈ അകലം തുടർന്നാൽ ഒരുപക്ഷെ സീറ്റൊക്കെ നല്ല ആൺപിള്ളേർ കൊണ്ടുപോയാലോ എന്ന ഭയവും മുഖ്യനെ വേട്ടയാടുന്നുണ്ട്. അത് തന്നെയാണ് എങ്ങനെ ജനങ്ങളെ കൂട്ടാമെന്ന് ചിന്തിക്കുന്നതിന് പിന്നിലെ കാരണം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അടുത്തിരിക്കുന്ന വേളയിൽ പദ്ധതികളിലൂടെ ജനങ്ങളുമായുള്ള സമ്പർക്കം ഊട്ടിയുറപ്പിക്കാനാകും എന്ന സർക്കാരിന്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കാതിരുന്നാൽ ഭാഗ്യം. പെട്ടെന്ന് കൊണ്ട് പുതപ്പും അരിയും പലവ്യഞ്ജനങ്ങളും ഒക്കെ കൊടുത്ത് ഇതര സംസ്ഥാനങ്ങളിൽ വോട്ട് പിടിക്കും പോലെ പ്രശ്നപരിഹാരവും ആശയവിനിമയവും ഫോണിലൂടെ എന്നൊക്കെ പറഞ്ഞിറങ്ങിയാലൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് മാറുമെന്ന് കരുതുകയേ വേണ്ട എന്നേ പറയാനുള്ളൂ.